വെൽക്കം ടു നാൻ കിച്ചൺ. നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കുള്ള മസാലകളൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കുക. ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. പാൻ നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം കമ്മിയാക്കിയിട്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ചൂടാവണമെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ നമുക്കിവിടെ കിട്ടും. ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ നമുക്ക് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് വെക്കാം. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാം. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളിയുടെ കട്ട അങ്ങനെ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്, സാദാ ജീരകം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഗ്രേവിക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 2 വലിയ ഉള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതേപോലെ ബിരിയാണി ഇലയ്ക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്, നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി ഞാൻ ഗ്രേവി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ 1 മണിക്കൂർ ഞാൻ നന്നായി സെറ്റാവാൻ വെച്ചിരുന്നു. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഞാനിവിടെ കൂട്ടാൻ ഉണ്ടാക്കുന്ന ഒരു മൺചട്ടിയിലാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സെറ്റാവാൻ വെച്ചിട്ടുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചത് ഇതിൻ്റെ മേലിട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കനും മസാലയൊക്കെ പാടും സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു നല്ല പോലെ ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചിക്കൻ ഒന്ന് തിളയ്ക്കുന്നതിനനുസരിച്ച് ഇതൊന്നും വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ച് വയ്ക്കാം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല വെള്ളമൊക്കെ പാകത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ടുണ്ട്.
ഇതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. മസാലകൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കൊത്തമല്ലി ഇല കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതാവും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്.